നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഷിംഗ് മെഷീൻ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഇഡി ഞെട്ടി. സാധാരണ ഒരു വാഷിംഗ് മെഷീൻ കണ്ടാൽ ഇഡി എന്തിനാണ് ഞെട്ടേണ്ടത്? എന്നാൽ ആ വാഷിംഗ് മെഷീൻ തുറക്കുകയും അതിനകത്തുള്ള സംഭവവികാസങ്ങൾ കണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇഡി ഞെട്ടിയത്. കണക്കിൽപ്പെടാത്ത 2.5 കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തത് ഇതേ വാഷിംഗ് മെഷീനകത്തു നിന്നാണ്. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത, കുരുക്ഷേത്ര എന്നിവിടങ്ങളിലായുള്ള വിവിധ കമ്പനികളിൽ നിന്ന് ഇഡി പരിശോധന നടത്തിയിരുന്നു. ഇവയിൽ ഒന്നിൽ നിന്നാണ് പണം പിടികൂടിയത്. എന്നാൽ ഏത് കമ്പനിയിൽ നിന്നാണ് വാഷിംഗ് മെഷീനിൽ ഒളിപ്പിച്ച പണം പിടികൂടിയത് എന്ന് ഇഡി വ്യക്തമാക്കിയിട്ടില്ല. കാപ്രിക്കോണിയൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ്, ലക്ഷ്മിഡൻ മാരിടൈം, ഹിന്ദുസ്ഥാൻ ഇന്റർനാഷണൽ, രാജധാനി മെറ്റൽസ് ലിമിറ്റഡ്, സ്റ്റാർവുഡ് അലോയ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഭാഗ്യനഗർ ലിമിറ്റഡ്, വിനായക സ്റ്റീൽസ് ലിമിറ്റഡ്, വസിഷ്ഠ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളിലാണ് ഇഡി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഈ കമ്പനികളുടെ ഡയറക്ടർമാരും പങ്കാളികളുമായ വിജയകുമാർ ശുക്ല, സഞ്ജയ് ഗോസ്വാമി, സന്ദീപ് ഗാർഗഡ്, വിനോദ് കേദിയ എന്നിവർ നിരീക്ഷണത്തിലാണ്. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. വിദേശ വിനിമയ ചട്ടലംഘനമാണ് കമ്പനിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. സിംഗപ്പൂരിലെ ഗാലക്സി ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഹൊറൈസൺ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നീ കമ്പനികളിലേക്ക് ആരോപണ വിധേയരായ കമ്പനികൾ 1800 കോടി രൂപ ദുരൂഹമായി അയച്ചുവെന്നാണ് ഇഡി പറയുന്നത്. എന്തായാലും പലയിടങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇഡി ഞെട്ടലോട് കൂടിയാണ് ഇതെല്ലാം തന്നെ കാണുന്നത്, ഇതെല്ലാം തന്നെ അറിയുന്നതുമൊക്കെ. എന്തായാലും ഇഡി ഇപ്പോൾ ഈ 2.5 കോടിക്ക് മുകളിലുള്ള തുക ഇപ്പോൾ വാഷിംഗ് മെഷീനകത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇഡി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്.